ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായ കർക്കിടകം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. കർക്കിടകം രാശിയുടെ രാശിയധിപൻ ചന്ദ്രനാണ്. പുണർദത്തിന്റെ 4ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്നത്. എല്ലാ കർക്കിടകം രാശിക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ രാശിയധിപൻ ചന്ദ്രൻ മനസ്സ്, വികാരം, മാനസിക സമാധാനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഗ്രഹം. ചന്ദ്രന്റെ വേഗത്തിലുള്ള രാശിമാറ്റം, അതായത് 2.25 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ രാശിമാറ്റം ചെയ്യുന്നത്. ഇത് കാരണം കൊണ്ട് തന്നെ മാസത്തിൽ തന്നെ മാനസികാവസ്ഥയിൽ, തീരുമാനങ്ങളിലും ചെറിയ മാറ്റങ്ങൾ അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ വികാരപരമായ തീരുമാനങ്ങളെക്കാൾ ആലോചിച്ചുള്ള തീരുമാനങ്ങൾ ഏത് സമയം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. ഈ മാസം കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഗുരുവിൻ്റെ 1ാം ഭാവത്തിലെ ശക്തമായ സ്ഥാനം, അതോടൊപ്പം 2ാം ഭാവത്തിലെ സൂര്യൻ, ബുധൻ, കേതു, 8ാം ഭാവത്തിലെ രാഹു, 9ാം ഭാവത്തിലെ വക്രശനി, 12ാം ഭാവത്തിലെ ചൊവ്വ എന്നിവയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത. അതിനാൽ ഈ മാസം അവസരങ്ങളും ചില പരീക്ഷണങ്ങളും ഒരുമിച്ച് വരുന്ന മാസമെന്ന് പറയാം. ഈ മാസം നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഗുരുവിൻ്റെ 1ാം ഭാവസ്ഥാനം ഒരു നല്ല സംരക്ഷണം നൽകുന്ന സൂചന തന്നെയാണ്. എന്നാൽ 12ാം ഭാവത്തിലെ ചൊവ്വ കാരണം ഉറക്കക്കുറവ്, അമിതമായ ക്ഷീണം, യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ചിലർക്ക് സ്ട്രെസ് കാരണം ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത. അതിനാൽ ഈ മാസം ഉറക്കത്തിന് പ്രാധാന്യം നൽകണം. വെള്ളം ആവശ്യത്തിന് കുടിക്കുക, ഭക്ഷണക്രമം ശ്രദ്ധിക്കുക, അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ജ്യോതിഷത്തെ മാത്രം ആശ്രയിക്കാതെ ആവശ്യമായ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. 1ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ പഠിക്കുന്നതിനുള്ള കഴിവ്, കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം 2ാം ഭാവത്തിലെ കേതു. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റൊന്നിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാം, ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിയുമോ എന്ന സംശയത്തേക്കാൾ ഞാൻ ചെയ്യും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സെപ്റ്റംബർ 19 ശേഷം ചൊവ്വ 1ാം ഭാവത്തിൽ വരുന്നു. ആ സമയം നിങ്ങൾക്ക് ഒന്നുകൂടി അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. സ്നേഹബന്ധം, പ്രണയ